500 ഇപ്പൊ തന്നെ 64 സംതിങ് അങ്ങനെ ആയല്ലോ. മേ ബി. കാരണം നമുക്ക് എന്തായാലും പടം വന്നിട്ട് കണ്ടു കഴിഞ്ഞിട്ട് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ഒക്കെ നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും 500. ലൈക്ക് ഇത് നേരത്തെ തൊട്ടേ കുറെ ഇയേഴ്സ് മുന്നേ തന്നെ പറയുന്ന ഒരു ഇതുണ്ടല്ലോ, ഹൈപ്പ് ഉണ്ടല്ലോ. ആ ഒരു ഇത് വെച്ചാണ് നമ്മൾ പോകുന്നത്. പിന്നെ ഈ മോഹൻലാലിന്റെയും ലൂസിഫറിന്റെ ഒരു തന്നെ ബാക്കിൽ ഒരു സെക്കൻഡ് പാർട്ട് ആയതുകൊണ്ടുള്ള ഒരു ഇതുണ്ട്. ഫസ്റ്റ് ഡേ ഇല്ലായിരുന്നു, ഫുള്ളായിരുന്നു. ഓവറോൾ മൊത്തത്തിലൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. ഓവറോൾ ഉണ്ട്, കൊള്ളാം. നല്ലതായിട്ട് ഫ്രീ ആയിട്ടുള്ള വന്നതായാലും എല്ലാം കൊള്ളായിരുന്നു. നമുക്ക് എക്സ്പെക്ട് ചെയ്യാമല്ലോ. ഇത് ലൂസിഫറിന്റെ ഒരു സെക്കൻഡ് പാർട്ടാണല്ലോ, കൊള്ളാം. അതിൻ്റെ അകത്ത് പിന്നെ കുറച്ച് സസ്പെൻസും ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം വെച്ച് കൊള്ളാം. അപ്പോൾ കാത്തിരിക്കുകയാണ്, വെയിറ്റിംഗ് ആണ്. ഓക്കെ. അധികം കൂടുതൽ ലൂസിഫറിനെക്കാളും കൂടുതൽ എക്സ്പെക്ടേഷൻ ഉണ്ടെന്നാണ് എൻ്റെ വളരെയധികം ഫേമസ് ആയതാണല്ലോ പൃഥ്വിരാജിന്റെ മുരളി ഗോപിയുടെ അവരുടെ ചാൻസ് ഉണ്ടോ എന്നൊരു പ്രതീക്ഷയുണ്ട്. ഓക്കെ. എങ്ങനെ പ്രത്യേകിച്ച് അതിനെ ഫുള്ളും കണ്ടിട്ടല്ലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്, പക്ഷേ ടിക്കറ്റ് പോലും കിട്ടിയില്ല. നേരത്തിനേക്കാളും കുറച്ചുകൂടി നല്ലതാണ് പ്രതീക്ഷിക്കുന്നത്. അത് വന്നിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും വന്നത്. പക്ഷേ ടിക്കറ്റ് ഭയങ്കര പ്രതീക്ഷയിലാണ്. കാരണം ലൂസിഫർ 200 കോടിയായിരുന്നു. അതിനേക്കാളും കൂടുതലാവുന്നതാണ് പ്രതീക്ഷ. ശരി, ട്രെയിലർ കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? ട്രെയിലർ കണ്ടപ്പോൾ ഇഷ്ടമായിരുന്നു. അതിനേക്കാളും കുറച്ച് കൂടുതൽ പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ടിക്കറ്റ് കിട്ടിയില്ലായിരുന്നോ? ഇല്ല, തീർച്ചയായിട്ടായിരിക്കും അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഈ രണ്ടും കോമ്പിനേഷൻ ഭയങ്കര പ്രതീക്ഷ പിന്നെ നാളത്തേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. നാളത്തേക്ക് ഫുള്ളാണെന്നാണ് പറഞ്ഞത്. പിന്നെ താരരാജാവിന്റെ വരപ്പെന്ന് പറയുമ്പോൾ പിന്നെ എന്തൊരു പറയേ, ചെകുത്താന്റെ വരവല്ലേ, ഒരു 1.5 വരവല്ലേ വന്നത്. ഒന്നും പറയാനല്ല. പ്രത്യേകിച്ച് മോഹൻലാലിന്റെ പടമെന്ന് കേൾക്കുമ്പോഴേ നമുക്ക് രോമം എണീക്കും. തിയേറ്ററിനകത്ത് ഇരുന്നപ്പോൾ തന്നെ ലാലേട്ടന്റെ ആ ഷൂവിന്റെ ആ ഒരു വെപ്പ് കണ്ടപ്പോൾ തന്നെ രോമവും അങ്ങ് ഇടിക്ക്. ചാള പിടയ്ക്കൂലേ, മറ്റേ ചാള നമ്മൾ പിടിച്ച് വെള്ളത്തിൽ ഇടൂലേ, അതേപോലെ കിടന്ന് പിടക്കിലാണ്. ഒരു രക്ഷയില്ല കേട്ടോ. പക്ഷെ എനിക്ക് തോന്നുന്നത് ലാലേട്ടന്റെ ബാക്കിൽ പൃഥ്വിരാജ് ഒട്ടി നടന്ന് സൂപ്പർ സ്റ്റാർ ആവാനുള്ള പരിപാടിയാണ്. വേറെ ലാലേട്ടനാവാൻ പറ്റൂല, അത് ലാലേട്ടനെ കൊണ്ട് പറ്റൂല. അത് ലാലേട്ടൻ പറയാറുണ്ടല്ലേ, എൻ്റെ റോൾ മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല. അടിപൊളിയായിരുന്നു. അങ്ങനെ ചോദിക്കണമെങ്കിൽ ഒരു 100 ഇരട്ടിക്കുള്ള സാധനമാണ് എൻപുരാണെന്ന് പറയുന്നത്. ഇനി ഇതിന്റെ 3 ഇറങ്ങുമ്പോഴത്തേക്ക് 200 ഇരട്ടിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അതാണ് അതില് ഇന്ത്യയിലെ നമ്മൾ ലോകത്തിലെല്ലാ ഇതിലും വെച്ച് നോക്കുകയാണെങ്കിൽ ലാലേട്ടൻ്റെ 6ാം സ്ഥാനവും. ഒരു നടന്മാരെ വെച്ച് കഴിഞ്ഞാലും ഇത്രയും ബിൽഡപ്പും കാര്യങ്ങളൊന്നും കിട്ടൂല. പടം ഇറങ്ങാതെ തന്നെ 50-60 കോടിയൊക്കെയാണ് കയറിയിരിക്കുന്നത്. ലാലേട്ടൻ്റെ വില ഒന്ന് മനസ്സിലാക്കിയാണ്. ലാലേട്ടൻ്റെ സിനിമ എത്ര സിനിമകൾ ഇപ്പം പൊട്ടി. ഈ ബറോസ് ഇറങ്ങി അതുപോലെ പൊട്ടി താരിപ്പണമായി പോയി. ചെകുത്താൻ്റെ ഒരേ ഒരു പടം മാത്രം മതി. ലാലേട്ടൻ്റെ പടം കാണാൻ പറഞ്ഞ ഒന്ന് ഡയലോഗുകൾ കേൾക്കാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അയാളെ ഫൈറ്റ് എന്ന് വെച്ചാൽ വേറെ ലെവലാണ്. ഒരാളിനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. ഞാൻ തിയേറ്ററിൽ എണീറ്റുന്നത് ഞാൻ കൈയടിക്കും. ആണ് അയാളെ പുലിമുരുകനെ കണ്ടപ്പോഴത്തേക്ക് ഞാൻ എണീറ്റ് നിന്നാണ് കൈയടിച്ചത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറിയാതെ എണീറ്റ് പോയി. എൻ്റെ അടുത്ത് നിന്നവർ എത്ര പേരൊക്കെ എണീറ്റെന്ന് അടിച്ചെന്ന് അറിയാമോ? കാര്യം അത്രയ്ക്ക് പെർഫോമൻസ് അല്ലേ അങ്ങനെ ചെയ്തു വെച്ചേക്കണത്. ഇപ്പം ഇത്ര ദിവസം ഞങ്ങൾ കാവടിയുടെ വ്രതവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മൾ ഈ അനുഗ്രഹമൊക്കെ വരുമ്പോഴത്തേക്കാണ് ഈ ശരീരത്തൊക്കെ ഈ രോമൊക്കെ ഇരിക്കുന്നത്. പക്ഷേ ലാലേട്ടനെ കാണിച്ച കൊണ്ടല്ലേ അറിയാതെ ഞാനൊന്ന് തുള്ളി പോയി തിയേറ്റർ. ചിലർ കാര്യം നമ്മളെ നെഗറ്റീവ് പറയാൻ വേണ്ടി വന്നാൽ ഞാനൊരു കട്ട മോഹൻലാൽ ഫാനാണെന്ന് അത് ഇപ്പം എല്ലാവർക്കും മനസ്സിലായി കാണും. കാര്യം നേരെ സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് ഫസ്റ്റ് റിവ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പയ്യൻ്റെ ചാനലിലാണ് ഞാൻ ചെയ്തത്. അതിൽ ഞാൻ ആറാട്ടാണ് ഞാൻ കുറ്റം പറഞ്ഞു, ചെകുത്താനെ കുറ്റം പറഞ്ഞു, അലിൻ ജോസ് പെരേരനെ കുറ്റം പറഞ്ഞു. ഇവരൊക്കെ എല്ലാവരും ഞാൻ കുറ്റം പറഞ്ഞു. കാരണം ലാലേട്ടൻ്റെ കട്ട ഫാനാണ്. ഞാൻ പറഞ്ഞു യവന്മാരെല്ലാവരെയും ഞാൻ പറഞ്ഞു ലാലേട്ടൻ്റെ പടം കൊള്ളൂലെന്ന് യവന്മാർ. പിന്നീട് അതിനുശേഷം പിന്നെ നമ്മൾ ഈ വീഡിയോകളെല്ലാം കണ്ട് ഇവർ ഇതെല്ലാം മനസ്സിലാക്കി വെച്ചിട്ട് അറിഞ്ഞുകൊണ്ടുള്ള കാര്യം. നമ്മൾ പടം കണ്ടിട്ട് റിവ്യൂ പറഞ്ഞില്ല, അതിനു മുമ്പായിട്ടുള്ള ഒരു പെരുമാറ്റം. കാര്യം പടം കണ്ടു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ ഒരു ആരാധകനായതുകൊണ്ട് നമ്മൾ കൊള്ളൂലെങ്കിൽ കൊള്ളൂല എന്ന് പറയും, കൊള്ളാന്ന് പറയാം. ഒന്നും പറയാതെ പോകുന്ന കാര്യം ഞാനൊരു ലാലേട്ടൻ ഫാനായിപ്പോയില്ലേ. അത് തന്നെ മമ്മൂക്ക ഫാനുമാണ്. കളിയാക്കിയതുള്ള മറുപടി എന്ന് വെച്ച് കഴിഞ്ഞാലും ഇപ്പം അവരും ലാലേട്ടൻ ഫാനായിപ്പോയില്ലേ ഇത് കണ്ടതിന് ശേഷം. ഈ കളിയാക്കന്മാർ വരെ ഇപ്പം തിയേറ്റർ ടിക്കറ്റ് കിട്ടാതെ ഇപ്പം കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓടിക്കൊണ്ടിരിക്കുന്നത്. 1000 തരാം, 2000 തരാം, 3000 തരാം. എൻ്റെ അടുത്ത് വിളിച്ചു പോയിക്കാണെങ്കിൽ യാരീസിൽ ആരെങ്കിലും പരിചയമുണ്ടോ? ഞാൻ പറഞ്ഞു എന്തടേ എൻപുരം കാണാം. ഞാൻ പറഞ്ഞേ നീയൊക്കെ മറ്റേ ഫാനല്ലേ, നീയൊക്കെയുള്ള ലാലേട്ടനെ കളിയാക്കണവന്മാർ. എന്നാലും ആ ഒരു മുതലിൻ്റെ പരിപാടി കാണണം, പ്രത്യേകിച്ച് ഫൈറ്റ് കാണണം. പിന്നെ ഡയലോഗുകളൊക്കെ വല്ല കിട്ടണമെങ്കിൽ ലാലേട്ടൻ വന്നാലല്ലേ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു നോക്കട്ടെന്ന് പറഞ്ഞ് 2000 രൂപയൊക്കെയാണ് അവന്മാർ ടിക്കറ്റ് തരാമെന്ന് പറഞ്ഞേക്കണത്. ഈ കുറ്റം പറഞ്ഞവന്മാരൊക്കെ. ഞാനും ടിക്കറ്റ് കിട്ടുമെന്ന് എനിക്കൊരു ഒട്ടും പ്രതീക്ഷയൊന്നും എനിക്കില്ലായിരുന്നു. പക്ഷേ എങ്ങനെയോ എനിക്കൊരു ടിക്കറ്റ് കിട്ടി.
അത് ദൈവത്തിന്റെ കാര്യം കൊണ്ട് ലാലേട്ടനുള്ള ആരാധന കൊണ്ട് എനിക്ക് കിട്ടിയതായിരിക്കാം. കാര്യം നമ്മൾ തെറ്റ് കാണിക്കുന്നില്ലല്ലോ. അത് സത്യമാകാൻ പോവുകയല്ലേ, അതിനിപ്പം സത്യമാകാൻ പോവുകയല്ലേ. ലാലേട്ടനെ വല്ല ആരുമില്ല. അതല്ല ലാലേട്ടൻ്റെ എൻ്റെ റോള് മറ്റാർക്കും ചെയ്യാൻ കഴിയില്ല. ഈ പടങ്ങൾ അവസ്ഥ വെച്ച് കഴിഞ്ഞാൽ ഈ എൻപുരാൻ ഇറങ്ങുന്ന ദിവസം ഈ 2 പടങ്ങൾ ഇറങ്ങുന്നത്. ഈ പറയുന്ന നമ്മുടെ ഹിന്ദിയിലെ മെഗാസ്റ്റാർ എന്ന് പറയുന്നത് സൽമാൻ ഖാനാണ്. ഈ സൽമാൻ ഖാൻ അന്നത്തെ ദിവസം സൽമാൻ ഖാൻ്റെ പടം കാണൂല. ഏത് പടം കാണും? അത് ലാലേട്ടൻ്റെ പടം കാണും. ഈ വിക്രം എന്ന് പറയുന്നത് ലാലേട്ടൻ ഫാനാണ്. അപ്പം വിക്രം ആരെ പടം കാണും? വിക്രത്തിൻ്റെ പടമല്ല കാണുന്നത്. വിക്രം കാണുന്നത് ലാലേട്ടൻ്റെ പടമാണ് കാണുന്നത്. അതാണ് ലാലേട്ടൻ. അങ്ങനെ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ പൂരം തൃശ്ശൂർ പൂരത്തിനെ കണ്ടേ അപ്പുറമല്ലേ, ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. അങ്ങനെ ചെകുത്താൻ തന്നെ കേട്ടോ, ഒന്നും പറയാനില്ല. ഞാൻ സ്ഫടികം സിനിമ പണ്ട് സ്ഫടിക സിനിമയുടെ പോസ്റ്റർ ഒട്ടിച്ചൊക്കെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ അച്ഛൻ്റെ പൈസ എടുക്കാനായിട്ട് ബാങ്കിൽ വരുന്നത് ഗൾഫിൽ നിന്ന് പറഞ്ഞാൽ ഞാൻ അമ്മയുടെ 10 പ്രാവശ്യം പറഞ്ഞ കരയെന്നറിയാമോ സ്ഫടികം കാണാൻ വേണ്ടി. എന്നിട്ട് സ്ഫടികം അന്ന് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല. ഇപ്പം വളർന്നപ്പോൾ ഞാൻ 2ാമത് ഇറങ്ങിയപ്പോഴത്തേക്ക് ഞാൻ വന്ന് കണ്ടു. വേറൊരു കാര്യം ബ്രോ, ഈ സിനിമ എന്ന് പറയുന്നത് നമ്മളെ മലയാള സിനിമ, ഈ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ 50 കോടിയും ഈ 100 കോടിയൊക്കെ ചിത്രം ഇറക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ ആൻ്റണി പെരുമ്പാവൂരേട്ടനാണ്. ആ ആൻ്റണി പെരുമ്പാവൂരേട്ടനെ മോഹൻലാലിനെ വെച്ചാണ് പടങ്ങൾ ചെയ്യുന്നത്. പക്ഷെ അങ്ങനെ സമ്മതിച്ചാലേ പറ്റുള്ളൂ. ഈ പൃഥ്വിരാജ് എന്ന് പറയുന്ന നടന് ഈ ഡയറക്ഷൻ ചെയ്യാനുള്ള ഒരു അവസരം കൊടുത്തെന്ന് പറയുന്നത് ലാലേട്ടനാണ്. ആൻ്റണി പെരുമ്പാവൂരും ലാലേട്ടനാണ് കൊടുത്തിട്ടുള്ളത്. ഈ പൃഥ്വിരാജിന് പേടിയുണ്ടായിരുന്നു, ഈ ലൂസിഫർ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പടം പൊളിയോ എന്നുള്ളൊരിത് ഭയങ്കര പേടിയും കാര്യങ്ങളും. എന്തോ നല്ല പേടി. കാര്യം എനിക്ക് ഡയറക്ഷൻ ചെയ്യാൻ ഒരുപാട് ആഗ്രഹം ഉണ്ടായിരുന്നു. അവൻ്റെ അച്ഛന് ഡയറക്റ്റ് ചെയ്യാനുള്ള ഇത് കാര്യങ്ങളൊക്കെ അറിയായിരുന്നു. പക്ഷെ അത് മോനെ കിട്ടി. അത് ആര് സഫലീകരിച്ചു കൊടുത്ത്? ആൻ്റണി പെരുമ്പാവൂരും ലാലേട്ടന് അവനൊരു അവസരം കൊടുത്തു. പക്ഷേ ആ ഒരു അവസരത്തിൽ അവനറിയാം ലാലേട്ടൻ്റെ കൂടെ നിന്ന് ലാലേട്ടനെ കൊണ്ട് പടം ജയിച്ചു കഴിഞ്ഞാൽ പടം വിജയിക്കുന്നു. പൃഥ്വിരാജിന് നല്ലവണ്ണം അറിയാം. 200 കോടി അടിച്ചതിൻ്റെ ഏറ്റവും നമ്പർ 1 ഡയറക്ടറായിട്ട് ഇപ്പോൾ നിൽക്കണില്ലേ, നല്ലൊരു നടനായിട്ട് നിൽക്കണില്ലേ. അതാണ് പറഞ്ഞത്, ലാലേട്ടൻ്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ എന്തും ആവാം. പക്ഷേ ലാലേട്ടനാവാൻ പറ്റൂല. ഒരേ ഒരു രാജാവ്, അതാണ് നമ്മുടെ താരരാജാവ്. ഈ 50 കോടി 100 കോടി ലൂസിഫർ തന്നെ ഒരു 200 കോടിയൊക്കെ ആയിക്കോണമെന്ന് തോന്നുന്നുണ്ട്. കാര്യം ഇത്രയും പൈസ മുടക്കി ചെയ്യുന്ന സിനിമകളാണെന്ന് പറയുന്നത് ഞാൻ തമിഴിലും തെലുങ്കിലും ഹിന്ദി അങ്ങനെയുള്ള സിനിമകളൊക്കെയാണ് ഇത്രയും കോടി. തെലുങ്ക് 200 കോടി 300 കോടിയൊക്കെ മുടക്കിയാണ് ഈ സിനിമകൾ പിടിക്കുന്നത്. പക്ഷെ മലയാളത്തിൽ ആദ്യമായിട്ടാണ് നമ്മൾ ആൻ്റണി ചേട്ടൻ ലാലേട്ടനെ വെച്ച് ആ ഒരു ഇത് നമ്മൾ പൃഥ്വിരാജിനെ വെച്ച് ഡയറക്ഷൻ ചെയ്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. അപ്പം നമ്മളെ മലയാള സിനിമ ഈ കാണുന്ന നമ്മുടെ മലയാളികൾ എന്ത് വിചാരിക്കണം? തെലുങ്കിൽ അവിടെ ഇവിടെയൊക്കെ എല്ലാം ഇങ്ങനെ 300 200 മുടക്കണം. പക്ഷേ ആണത്തോടെ ചങ്കൂറ്റത്തോടെ ചെയ്യുന്ന ആൻ്റണി പെരുമ്പാവൂര് ചേട്ടാ ലാലേട്ടനെ വെച്ച് 200 കോടി വെച്ച് ഒരു പടമൊക്കെ ചെയ്യണമെന്ന് പറയുമ്പോൾ എമ്പരാജ് മറ്റ് സിനിമ ഡയറക്ടർമാർ വരെ അന്തം വിട്ട് നിൽക്കില്ല. കാരണം മലയാളത്തിൽ സിനിമകളൊക്കെ മാറി വരണം. അതിനൊരു മാറ്റമാണ് എമ്പുരാൻ. അത് മാറിക്കൊണ്ട് ചെയ്യണം. അത് ലാലേട്ടനാണ്. സിനിമാ നടിമാർ വരെ ടിക്കറ്റിന് കിടന്ന് തള്ളാണ്. സിനിമാ നടിമാർ വരെ നാളെ ചിലപ്പോൾ പറയാൻ പറ്റില്ല. ലാലേട്ടൻ്റെ ഒരു വില്ലനായിട്ടൊക്കെ സൈഡിലൊരു നിൽക്കാൻ പറ്റുമെന്നും പറ്റുമായിരിക്കും. അതൊക്കെ ഉറപ്പാണ്. പറയാൻ പറ്റില്ല. കാരണം സുരാജ് എന്തിനാണ് പണ്ട് മിമിക്രി ചെയ്ത് ഞാനും പോയി കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടൊക്കെ ഉണ്ട്. ഇപ്പം കണ്ടാൽ നമ്മൾ അറിഞ്ഞൂടെന്ന് പറയും. അതങ്ങനെ തന്നെയാണ്. അത് ഓരോരുത്തരുടെ തലവരെ മാറ്റി വരയ്ക്കണതാണ്. മനസ്സിലായില്ലേ? അതേപോലെ ഇനിയിപ്പോൾ നാളെ ഞാനും ഒരു നടന്നിട്ട് വന്നു കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മുടെ മലയാള സിനിമയ്ക്ക് ഒരു മാറ്റം ഈ ഒരു എൻപുരാനിൽ നിന്ന് മാറുകയാണ്. അതായത് ചരിത്രത്തിൽ ആദ്യമായിട്ട് തെലുങ്ക് സിനിമ 200 കോടി മുടക്കണം 300 കോടി മുടക്കണം. അതേപോലെ നമ്മൾ മലയാളത്തിലും ചെയ്യാൻ കഴിവുണ്ടെന്ന് പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ചെയ്യാമെങ്കിൽ നമ്മളും ചെയ്യും. അതേപോലെ തന്നെ അപ്പോൾ നമ്മളെ മലയാളികൾ എന്തൊരു വേണം? നമ്മളെ ഈ സിനിമേനെ നമ്മൾ വളർത്തണം. നമ്മളെ കുറ്റം പറയാതെ നമ്മൾ ആ സിനിമേനെ വളർത്തണം. അതാവണം. മനസ്സിലായില്ലേ? നമ്മൾ മമ്മൂക്ക പറയാൻ പോലെ അതാവണം ഇവിടെ പോലീസ്. മനസ്സിലായില്ലേ? അതാവണം. മമ്മൂക്ക ഫുൾ സപ്പോർട്ടാണ് ലാലേട്ടന്. കാര്യം ഈ പടം വിജയിക്കാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പറയാനുള്ളത്, ലാലേട്ടനെ പുലിമുരുകൻ സമയമായപ്പോഴത്തേക്ക് ലാലേട്ടൻ ശബരിമലയിൽ പോയിട്ടുണ്ടായിരുന്നു. അത് ഈ തടസ്സങ്ങൾ മൊത്തം മാറ്റുന്നത് ശാസ്താവാണ്, അയ്യപ്പനാണ്. മനസ്സിലായില്ല? അപ്പോൾ അതേപോലെ വീണ്ടും ലാലേട്ടൻ ഈ എൻപുരാൻ സിനിമ ഇത്രയും ബഡ്ജറ്റ് സിനിമ മലയാളത്തിൽ ആദ്യമായിട്ട് ഇറങ്ങി വിജയിച്ചു കഴിഞ്ഞാൽ നമ്മളെ മലയാളികൾക്ക് അഭിമാനമാണ്. അതുകൊണ്ട് ശബരിമല ശാസ്താവ് അയ്യപ്പൻ എന്തായാലും ലാലേട്ടനെ കാക്കുമെന്നുള്ളത് പൂർണ്ണമായിട്ട് ഉറപ്പുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഞാൻ ഇന്ന് ശ്രീകണ്ഠേശ്വരം കോവിലിൽ പോയിട്ടുണ്ടായിരുന്നു. എല്ലാ ദിവസവും ശ്രീകണ്ഠേശ്വരത്ത് പോകും. നമ്മളെ തിരുവനന്തപുരം ശ്രീകണ്ഠേശ്വരത്ത് ഞാൻ അവിടെ ചെന്ന് അവിടുത്തെ മഹാദേവനെ കണ്ടിട്ട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആശീർവാദ് സിനിമാസ് എൻപുരാൻ ഈ സിനിമ വിജയിക്കണമെന്ന് ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ വന്നത്. ഇനി ആ ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു അർച്ചനയും കൂടെ ചെയ്യണം. അത് ഞാൻ ചെയ്തിരിക്കുകയും ചെയ്യും. ഞാനൊരു മോഹൻലാൽ ഫാൻ എന്ന നിലയ്ക്ക് ഞാൻ ചെയ്യുകയും ചെയ്യും. അതിലൊരു മാറ്റമില്ല. മമ്മൂക്കയ്ക്കും ചെയ്യും.
ഇവർ രണ്ടുപേരെന്ന് വെച്ചാൽ എൻ്റെ ചങ്കിൽ രണ്ട് ചങ്കാണ്. പക്ഷെ അവർ ഒരു ചങ്കാണെങ്കിലും നമുക്ക് രണ്ടിടത്തുണ്ട്, മനസ്സിലായില്ലേ? അത് നാളെയും പോയി പ്രാർത്ഥിക്കും. മറ്റന്നാൾ 6 മണിക്ക് ഷോ, 3:30 മണിയാകുമ്പോൾ ശ്രീകണ്ഠേശ്വരം നിർമ്മാലയം തുടങ്ങും. 4 മണിക്കകത്ത് തുടങ്ങും. ആ സമയത്ത് പോയി ഒന്ന് എൻപുരാന് വേണ്ടി വിജയിക്കാൻ വേണ്ടി ഒന്ന് പോയി പ്രാർത്ഥിക്കണം ശ്രീകണ്ഠേശ്വരം അടുത്ത്. ആദ്യം വിചാരിച്ചാൽ നടക്കാത്ത കാര്യമില്ലല്ലോ. ശാസ്താവ് എന്തായാലും അയ്യപ്പൻ എന്തായാലും തടസ്സങ്ങൾ മാറ്റും. എന്തായാലും പണം വിജയിക്കും, അടിപൊളിയായിരിക്കും. ദൈവപുത്രൻ തെറ്റ് ചെയ്താൽ പിന്നെ ചെകുത്താനല്ലാതെ മറ്റേ ആശ്രയിക്കാൻ. എബ്രഹാം, ഖുറേഷി എബ്രഹാം, വാടാ എൻപുരാനേ, എൻപുരാനേ. ഒരേ ഒരു രാജാവ്, താരരാജാവ് ലാലേട്ടൻ. ഒരേ ഒരു രാജാവ് മോഹൻലാൽ, ഭരത് മോഹൻലാൽ, ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ. ഒരേ ഒരു രാജാവ്. ബ്രോ, എക്സ്പെക്റ്റേഷൻ വളരെ വലുതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പടം നമ്മൾ കാത്തിരുന്നൊരു പടമാണ്. കാരണം ഒരുപാട് പേര് ലാലേട്ടനെ കളിയാക്കിയിട്ടുണ്ട്. കാരണം ലാലേട്ടൻ്റെ കഴിഞ്ഞ കുറേ പടങ്ങൾ വന്നിട്ട് നല്ലതുപോലെ പോയില്ല. അപ്പോൾ ഒരുപാട് പേര് കളിയാക്കി. പക്ഷേ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടതാണ്, ഇപ്പോൾ ലാലേട്ടൻ്റെ 8 or 10 പടം ഫെയിലായാലും അടുത്ത് വരുന്ന ഒരു പടം മതി ലാലേട്ടനെ തിരിച്ചു വരാനെന്ന്. ആ പടമാണ് എമ്പുരാൻ. ഒരുപാട് പ്രതീക്ഷയുണ്ട്. ശരിക്കും പറഞ്ഞാൽ ടിക്കറ്റ് പോലും കിട്ടാത്തൊരവസ്ഥയാണ്. എല്ലാവരും ടിക്കറ്റിന് വേണ്ടി ഓടിക്കണം നടക്കുന്ന അവസ്ഥയാണ് കാണുന്നത്. ശരിക്കും എനിക്ക് പോലും ടിക്കറ്റ് കിട്ടിയില്ല. ഈ ഒരു ഇത് കാണുമ്പോൾ ഫസ്റ്റ് ഷോ കാണണമെന്നുണ്ട്, പക്ഷേ ടിക്കറ്റ് കിട്ടാത്തൊരു വിഷമം. അത് പറയേണ്ട കാര്യമില്ലല്ലോ. കാരണം രാജേട്ടൻ്റെ ഡയറക്ഷൻ എന്താണെന്ന് നമ്മൾ ലൂസിഫറിൽ കണ്ടതാണ്. അപ്പോൾ അതിനും ഒരു പടി മുകളിൽ തന്നെ എമ്പുരാൻ നിൽക്കുമെന്നുള്ളതിന് ഒരു മാറ്റവുമില്ല. ലാലേട്ടൻ്റെ അഭിനയത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. കാരണം നമുക്കൊക്കെ ഒരു അഭിമാനമാണ് ലാലേട്ടൻ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ലാലേട്ടൻ്റെ വേറൊരു സ്റ്റൈലിഷായ ലുക്ക് എല്ലാം എന്താ പറയണ്ടേ, ഞാൻ പറയുന്നതിനെക്കാട്ടി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. എന്തായാലും ഒരു കിഡിലൻ സാധനമായിരിക്കും. രാജുവേട്ടനെ കുറിച്ച് പറയണോ? രാജുവേട്ടൻ്റെ എത്ര പടത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. രാജുവേട്ടൻ്റെ മാസാണെങ്കിലും ആക്ഷൻ ആണെങ്കിലും എല്ലാം നമ്മൾ ലൂസിഫറിൽ കണ്ടതല്ലേ. സങ്കടമൊക്കെ ഉണ്ട്, പക്ഷേ എന്ത് ചെയ്യാനാണ്. നമുക്കൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ച് പടങ്ങളൊക്കെ ഫസ്റ്റ് ഷോ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു പടം കാണണമെന്നുണ്ട്. പക്ഷേ രാവിലെ ഒരു സീറ്റ് പോലും, മുമ്പിലത്തെ റോ പോലും ഒരു സീറ്റ് പോലും കിട്ടാത്തൊരവസ്ഥയാണ്. റോ ഇപ്പം നെഗറ്റീവ് വരില്ല, അല്ലെങ്കിൽ നെഗറ്റീവ് അടിക്കില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു പടം വന്നാൽ, അതിപ്പോൾ ലാലേട്ടൻ്റെ ആണെങ്കിലും മമ്മൂക്കയുടെ ആണെങ്കിലും ആരുടെ പടം വന്നാലും ഉറപ്പായിട്ടും നെഗറ്റീവ് അടിക്കാൻ കുറച്ച് പേര് കാണും, അല്ലെങ്കിൽ നെഗറ്റീവ് വരാതിരിക്കില്ല. ശരിക്കും പറഞ്ഞാൽ ലാലേട്ടനെ കളിയാക്കിയവർക്കുള്ള ഒരു മറുപടി തന്നെയായിരിക്കും ഉറപ്പായിട്ടും. കാരണം ഈ പടം ലാലേട്ടൻ, ഞാൻ പറഞ്ഞല്ലോ, ലാലേട്ടൻ്റെ ഒരുപാട് പടങ്ങൾ നല്ലതുപോലെ പോയില്ല എന്ന് പറഞ്ഞ് ഒരുപാട് പേര് കളിയാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഈ ഒരൊറ്റ പടം മതി, ആ പോയ പടങ്ങളെല്ലാം പലരും മറക്കുകയും ചെയ്യും. ഇതൊരു വമ്പൻ തിരിച്ചു വരാം. കാരണം അടുത്ത് വരുന്ന തുടരുവാണെങ്കിലും അടുത്ത് ഒരുപാട് പടം ലൈനപ്പിലുണ്ട്. അതെല്ലാം ലാലേട്ടൻ്റെ ഈ ഒരു വർഷം ലാലേട്ടൻ്റെ വർഷമാണ്. പിന്നെ എന്താ പറയണ്ടേ, നെഗറ്റീവ് വരില്ല എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷേ നെഗറ്റീവ് അടിക്കാതിരിക്കുക. കാരണം എന്ന് വെച്ചാൽ നമുക്ക് മലയാള സിനിമയിൽ അഭിമാനിക്കാൻ പറ്റിയ നടന്മാരാണ് മമ്മൂക്കയും മോഹൻലാലും ഒക്കെ. അപ്പം ലാലേട്ടനെ ഇഷ്ടമുള്ളവർ മമ്മൂക്കയെ കളിയാക്കും, മമ്മൂക്കയെ ഇഷ്ടമുള്ളവർ ലാലേട്ടനെ കളിയാക്കും. പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഇവരൊക്കെ നമുക്കൊരു അഭിമാനമാണ്. കാരണം നമുക്ക് പറയാൻ, മലയാളികൾക്ക് പറയാൻ പറ്റിയൊരു 2 താരങ്ങളാണ്. അന്യഭാഷയിലും ഉണ്ട്, ഹിന്ദി, തമിഴ്, തെലുങ്ക് എല്ലായിടത്തിലും ഉണ്ടെങ്കിലും ഇവരെയൊക്കെ വെച്ച് നോക്കുമ്പം ഇത് റേഞ്ച് വേറെയാണ്. ഹേറ്റേഴ്സിൻ്റെ അടുത്ത് എന്ത് പറയാനാണ്? ഹേറ്റേഴ്സിൻ്റെ അടുത്ത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് എന്നൊരു സാധനമുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു പടം നല്ലതുപോലെ ഓടിയാൽ, അത് ഇതെന്നല്ല, ഏത് പടം ഓടിയാലും അതിപ്പം മമ്മൂക്കയുടെ പടമാണെങ്കിലും വേറെ ഏത് നടൻ്റെ പടമാണെങ്കിലും പോസിറ്റീവ് വന്നു കഴിഞ്ഞാൽ അവിടെ 2 പേര് നെഗറ്റീവ് അടിക്കാൻ കാണും. അത് നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല. പടം തൂക്കിയടിക്കുമെന്ന് ഞാനെന്തിനാണ് പറയുന്നത്? ശരിക്കും പടം തൂക്കിയടിക്കുമെന്ന് എല്ലാവർക്കും അറിഞ്ഞ കാര്യമാണ്. 27-ാം തീയതി നോക്കിയോ, ഫസ്റ്റ് ഷോ കഴിയുമ്പം പടത്തിൻ്റെ ആ റേഞ്ച് എങ്ങോട്ട് പോകണമെന്ന്. കാരണം ഇന്ത്യ ഫുള്ളും ഈ ഒരു പടത്തിന് വേണ്ടി കാത്തിരിക്കുന്നു എന്ന രീതിയിലാണ്. മലയാളികൾ മാത്രമല്ല, അതുകൊണ്ട് ഈ പടം കൊളുത്തുമെന്നുള്ളതിന് ഒരു മാറ്റവുമില്ല. ഇത് ശരിക്കും ലാലേട്ടൻ ഫാൻസിന് മാത്രമല്ല, എല്ലാവർക്കും അടിച്ചു പൊളിക്കാൻ പറ്റിയത്. ഇനി ഒരു ശരിക്കും പറഞ്ഞാൽ 2-3 ആഴ്ചത്തേക്ക് എമ്പുരാൻ നിറഞ്ഞു ഓടും എന്നുള്ളതിന് ഒരു മാറ്റവുമില്ല. ഇവിടെ ലാലേട്ടൻ വരുമ്പം വേറെ പടങ്ങൾ ഇപ്പം ഓടില്ല അങ്ങനെയൊന്നും പറയുന്നില്ല. ലാലേട്ടൻ ഇവിടെ വരുമ്പം ലാലേട്ടൻ പടമേ കാണുകയുള്ളൂ. നമ്മൾ ജനിച്ചപ്പോൾ കൊച്ചിലെ തൊട്ടേ കണ്ടു വരുന്ന 2 നടന്മാരാണ് മമ്മൂക്ക, ലാലേട്ടൻ, അറിയാലോ. ഇപ്പോൾ ലാലേട്ടൻ്റെ പടമൊക്കെ കൊച്ചിലെ കണ്ടവർക്കും അറിയാം. ഇന്ന് നമ്മൾ പല കുറ്റങ്ങൾ പറഞ്ഞാലും അവരുടെയൊക്കെ അഭിനയത്തിനെ അതൊരിക്കലും എന്താ പറയുക, കുറച്ച് കാണാൻ പറ്റത്തില്ല. സോ ലാലേട്ടൻ്റെ പടമൊക്കെ വന്നു കഴിഞ്ഞാൽ മറ്റേത് നടന്മാരുടെ വന്നാലും ഇവിടെ ലാലേട്ടൻ്റെ പടം കണ്ടിട്ടേ ബാക്കിയുള്ള പടങ്ങൾ കാണും. തൂക്കിയടിക്കും. നിങ്ങൾക്ക് 27-ാം തീയതി എഴുതി വയ്ക്കാം, പടം വേറെ ലെവലായിരിക്കും. അതിന് ഒരു മാറ്റമില്ല. ഈ നമ്മളിപ്പം ഈ ടിക്കറ്റിൻ്റെ ഈ ടിക്കറ്റ് ബുക്കിംഗ് ആവണതും ഈ ഓരോ തിയേറ്ററിൽ വരുമ്പോൾ കാണാം ഫ്ലെക്സൊക്കെ വെച്ചിരിക്കുന്നത്. അതൊന്നും വെറുതെ അല്ല. പടം
വേറെ റേഞ്ച്.